ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് അറബിക്ക് മദീനിയം എങ്ങനെയാണ് പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് പോർട്ട് ചെയ്തു ഓൾറെഡി, പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ ചെയ്യാനായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് അവിടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാന്റ് അൺബോക്സ് ചെയ്തിട്ട് അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൺബോക്സ് ചെയ്തതിന് ശേഷം 2 ദിവസം അത് അങ്ങനെ വെച്ചു. അതായത് ഒന്ന് ഡ്രൈ ആവാനും വേണ്ടിയിട്ട് 2 ദിവസം അങ്ങനെ വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് സാഫ് എടുത്തിട്ട്, ഭയങ്കര തിക്ക് പേസ്റ്റല്ല, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഞാൻ ആ പ്ലാന്റിൻ്റെ അടിവശം, അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എത്രത്തോളം പോട്ടി മിക്സിൽ താഴ്ന്നിരുന്ന ഭാഗം, ആ ഭാഗം മൊത്തം അവിടെ നിന്ന് തൊട്ടിട്ട് ആ വേരുകളടക്കം എല്ലാ ഭാഗവും നന്നായിട്ട് സാഫ് ഉപയോഗിച്ചൊന്ന് പെയിൻ്റ് അടിച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ 2 ദിവസം കൂടെ ഒന്നുകൂടെ ഡ്രൈ ആവാൻ വെച്ചു കേട്ടോ. ഞാൻ ഈ സെല്ലറുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അറബിക്കും പോട്ട് ചെയ്യാന്നുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ അറബിക്കും വാങ്ങിക്കണം. അപ്പോൾ അവർ പറഞ്ഞത് വെർമി കമ്പോസ്റ്റും മണലും തുല്യ അളവിലെടുത്തിട്ടാണ് പോട്ട് ചെയ്യുന്നത്. നല്ല വെൽ ഡ്രൈഡ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മണൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്, നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ റോഡിൽ കൂടെയൊക്കെ ഒലിച്ച് വരുന്ന ഒരു പൂയും മണ്ണ് പോലത്തെ മണൽ തന്നെ, പക്ഷേ അതിനിപ്പോൾ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര മണൽ പോലെ തന്നെയാണ്. ആ മണലും അതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്തത് ചാണകപ്പൊടിയാണ് കേട്ടോ. നല്ലോണം ഡ്രൈ ആയിട്ടുള്ള നല്ല തരിതരിയായിട്ടുള്ള ചാണകപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2:1 എന്ന അനുപാതത്തിലാണ് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 പോർഷൻ ആ മണലും 1 പോർഷൻ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇത് 5 ഇഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചുള്ള പോട്ട് വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഞാൻ പോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ചെറുതിന് ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരുപാട് വളങ്ങളൊന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അറബിക്ക് നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പോട്ടി മിക്സ് നല്ലോണം ഡ്രൈ ആവണം. രണ്ടാമത്തെ കാര്യം, അന്ന് നമ്മൾ നനയ്ക്കാൻ പാടില്ല. പിറ്റേ ദിവസമാണ് നന കൊടുക്കേണ്ടത്. അന്ന് നനച്ച് കഴിഞ്ഞിട്ട്, അതായത് പിറ്റേ ദിവസം നനച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം നമ്മൾ ഷെയ്ഡിൽ വെക്കുക. പിന്നെ അടുത്ത രണ്ടാമത്തെ നന കൊടുക്കേണ്ടത് നമ്മളെ സോയിൽ നല്ലോണം ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം നനയ്ക്കുക. ഓവറായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു പ്ലാന്റിന് നന കൊടുക്കാൻ പാടില്ല. നന കൂടിപ്പോയാൽ നമ്മളെ പ്ലാന്റിൻ്റെ റൂട്ടുകളൊക്കെ നശിച്ചു പോകും. പിന്നെ അറബിക്കം ഒരിക്കലും പ്രൂൺ ചെയ്യാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറബിക്കം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാൻ പോട്ട് ചെയ്ത് 1 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. നന്നായിട്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു, മനസ്സിലായിട്ടുണ്ടാവും പോട്ട് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.